ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ 16-ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് 50 ദിവസമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും 25 ദിവസം കൊണ്ട് നമ്മുടെ ഈ ബൈബിൾ ക്വിസ് ക്ലോസ് ചെയ്യുകയാണ്. നമ്മുടെ 25 ദിവസത്തെ ബൈബിൾ ക്വിസിൽ നിന്നും വിജയികളെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഉത്തരങ്ങൾ നോക്കുവാനായിട്ട് അല്പം താമസിച്ചാൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അടുത്ത ദിവസത്തെ ഉത്തരങ്ങൾ അയക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ നോക്കി അത് മൂല്യനിർണ്ണയം നടത്തിയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ ശ്രുതി വരുന്നത് എവിടെയാണ്? ഉത്തരം ഇതാണ്: സുറിയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ ആദ്യ അത്ഭുതത്തിൽ കാനായിലെ കല്യാണത്തിൽ അവിടെ യഹൂദന്മാരുടെ നിയമപ്രകാരം എത്ര കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു? ഉത്തരം ഇതാണ്: ഓപ്ഷൻ ബി, 6. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പരീശൻ്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ വന്ന് തൈലം പൂശുന്നു. ആ തൈലത്തിന് സ്വച്ഛ ജഡമാംശ തൈലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സുവിശേഷത്തിലാണ്? ഉത്തരം ഇതാണ്: ഓപ്ഷൻ സി, യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഒരു പ്രമാണി. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. ഓർഡർ അനുസരിച്ച് എഴുതാനായിരുന്നു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, നിലവിളക്കും മേശയും കാഴ്ചയപ്പവും. എബ്രായ ലേഖനം 9-ാം അധ്യായം 2-ാം വാക്യം. നമ്മുടെ ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇനി വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ പൗലോസ് റോമക്കാർക്കുണ്ടായ ഒരു ഗുണത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ പൗലോസ് റോമക്കാർക്കുള്ള ഒരു ഗുണത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് എന്താണ്? ഉത്തരങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്.